കോഴിക്കോട് എത്തിയ എല്ലാ ചങ്കുകൾക്കും നല്ലൊരു വണക്കം. ഒമറിക്ക നമ്മളെ ചങ്കാണ്. എൻ്റെ ആദ്യ സിനിമയുടെ ഡയറക്ടറാണ് ഒമറിക്ക. ഒമറിക്ക വിളിച്ചു, പാഞ്ഞോടെ എത്തി. അത്രയ്ക്കുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ബാഡ് ബോയ്സ് സിനിമയുടെ ഓഡിയോ ലോഞ്ചാണ് ചങ്കടെ. നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ. ഓണത്തിന് എല്ലാവരും കാണൂലേ? ബാഡ് ബോയ്സ് കാണൂലേ? ചങ്കടെ ഓണം റിലീസാണ്. പൊളിക്കല്ലേ? ഷാർലേ കണ്ടിരിക്കും എന്നാണ് അവരെല്ലാം പറയുന്നത്. ദാസേട്ടാ നമ്മുടെ സ്റ്റൈലങ്ങ് പറഞ്ഞോ. നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ സ്റ്റൈലങ്ങ് പറഞ്ഞു. അത് തന്നെ ഉമർക്ക വിളിച്ചു, നമ്മള് വന്നു. ബാഡ് ബോയ്സ് അടിച്ചു പൊളിക്കും. ഞമ്മള് എല്ലാരും സിനിമക്ക് നേരത്തെ കാലത്തായിട്ട് പോരാ. പെണ്ണുങ്ങളെയും കുട്ടികളെയും എല്ലാരും കൂട്ടിയിട്ട് അതല്ലേ വേണ്ടത്? അത് തന്നെ അതാണ് വേണ്ടത്. അല്ലാത്ത ചാതിനെ ടച്ച് ഫോൺ അടിച്ചെടുക്കാത്തോരാച്ച്. രണ്ടാൾക്കും ഒരു പാട്ട് കൂടെ തന്നാലും നമുക്ക് ഒന്നുകൂടെ. കോഴിക്കോട് ഇങ്ങനെ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ആംബിയൻസ് നോക്കി ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം. ഞാൻ ആക്ച്വലി എപ്പോഴും വരുന്നൊരു സ്പോട്ടാണ് ഹൈലൈറ്റ് മാള്. ബിക്കോസ് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടും. പിന്നെ എന്താ പറയാ, ഞാൻ കുറെ ഇതിലുള്ള പല ആൾക്കാരും റാൻഡംലി ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ചിൽ എല്ലാവരും ഒരുമിച്ച് കണ്ടതിൽ ഭയങ്കര സന്തോഷം. ബിഗ് ബോസിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കണല്ലോ. ഇവിടെ എത്ര പേര് വോട്ട് ചെയ്തു ചോദിച്ചേ? ഓക്കെ, ഇവിടെയുള്ള എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കൈ പൊന്തിക്കോ? അതെ, ഒരാള് അതാണ് വോട്ട് പറഞ്ഞാണ് ഞാൻ ഔട്ടായത്. അല്ല, ഇതെന്താ അറിയോ, ഇത് കൈ പൊന്തിച്ച് ഐ മീൻ വോട്ട് ചെയ്ത പലരും ഇവിടെ ഇല്ലാത്തോണ്ടായിരിക്കും. അതായിരിക്കും അങ്ങനെ. എന്നാ ബിഗ് ബോസിലുണ്ടായ ഒരു സംഭവത്തിലേക്ക് ഞാൻ പോവാണ്. ഇവരെ എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ പോയി എന്നാണ് കരയുന്നത്. ഞാനിത് ക്യാമറ ആയിട്ട് ബൈക്ക് വെക്കും. ആ ബിഗ് ബോസിലുണ്ടായ ഒരു സംഭവം ഈ ക്യാമറയുടെ മുമ്പിൽ നോക്കി പറയണം. പറഞ്ഞോളൂ, ധൈര്യമായിട്ട്. ബിഗ് ബോസിന്റെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കൊക്കെ കുറെ കാര്യം പറയാറുണ്ട്. അതുകൊണ്ടാ നല്ലൊരു ഐഡിയ കൊടുക്കാം കേട്ടോ. യെസ്, താങ്ക് യു. ഇവരെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇനി ബിഗ് ബോസ് വിളിച്ചാൽ പോവോ? ഇനി നമുക്ക് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അതിലേക്ക് വിളിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ പോകും. ബിക്കോസ് എനിക്ക് ഇത്രയൊരു ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് ഡെഫിനറ്റ്ലി ബിഗ് ബോസ് ത്രൂ ആണ്. ആ ഷോയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഷോനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അവിടെ നിന്നാണ് എന്താ ഷോ എന്ന് ഞാൻ മനസ്സിലാക്കിയതും. അത് ഈവൻ ആ ഒരു ക്രൂസിനും എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ അൾട്ടിമേറ്റ് വിളിച്ചാൽ എന്തായാലും ഞാൻ പോകും. ഇതുവരെ കളിച്ചതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് കളിക്കുകയും ചെയ്യും. ആൻഡ് ഒരു കാര്യം കൂടെ, ബിഗ് ബോസ് വരുന്നതിന് മുന്നേ ഉള്ള ഒരാളും ആൻഡ് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അടുത്ത് വന്ന് ഫോട്ടോന് വെക്കുന്നു, സെൽഫിക്ക് വെക്കുന്നു, അത് തമ്മിലുള്ളൊരു ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? എത്രമാത്രം ആ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം എൻജോയ് ചെയ്യുന്നുണ്ട്? അതെങ്ങനെ ചോദിച്ചാല്, സത്യം പറഞ്ഞ ബിഗ് ബോസിന്ന് ഇറങ്ങിയ പാട് അതിനു മുമ്പ് ഞാൻ ഒരു ചെറിയ കുട്ടി ഇൻഫ്ലുവൻസർ ആയിരുന്നു. അപ്പം ആ ഒരു സമയത്തൊക്കെ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. വരട്ടെ, ഫോട്ടോ എടുക്കണം, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ ബിഗ് ബോസിന്ന് ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ആൻഷ്യസ് ആയിരുന്നു. അത് മാറി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെയാണ്. ആ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? സീസണോ? ഐ മീൻ എനിക്ക് ഇന്നെ തന്നെ ആയിരുന്നു ഇഷ്ടം. തീർച്ചയായിട്ടും. അതാണ് ഇഷ്ടമില്ലാത്ത ആരാന്ന് പറയണ്ട. വലിയ പറയുന്നില്ല, ഇനി പറയുന്നില്ല. ഇല്ല, പറയൂല. അപ്പൊ ഒത്തിരി സന്തോഷം. അതെ, താങ്ക് യു നൂറ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഷിഹാബ് എന്താ ഇപ്പൊ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ മനുവിനെ കാണുന്നത്. അതിനിടയ്ക്ക് പഠിക്കുന്ന സമയത്തൊക്കെ കാണാറുണ്ടായിരുന്നു. പിന്നെ ബിപിൻ ജോർജ് എൻ്റെ നല്ലൊരു സുഹൃത്താണ്. എനിക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും പെട്ടെന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്താണ് ബിപിൻ ജോർജ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബാഡ് ബോയ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഇവൻറ്റിലേക്ക് വരാൻ കാരണമായത്. തീർച്ചയായിട്ടും വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പേര് തന്നെ ഒരു വെറൈറ്റി അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഷിഹാബിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഷിഹാബ് പഠിക്കുമ്പോൾ ഈ ബാഡ് ബോയ്സിലായിരുന്നോ അല്ലെങ്കിൽ ഗുഡ് ബോയ്സിലായിരുന്നോ? അല്ല, ഞാൻ ഗുഡ് ബോയ് ആണെന്ന് തോന്നുന്നൊരു ബാഡ് ബോയ്സിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അടിപൊളി. കൂടുതൽ ആളുകൾ ഉണ്ടാവുകയാണ്. മനു എങ്ങനെയാണ്? ഞാൻ ബാഡ് ബോയ്സിലായിരുന്നു. എപ്പോഴും നെഗറ്റീവിനാണല്ലോ ആളുകളുള്ളത് അല്ലേ? പോസിറ്റീവിന് ആളുകളുള്ളത് കുറവാണ്. അപ്പൊ നെഗറ്റീവാണ് എപ്പോഴും നല്ലത്. അതെ, അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നൂറ് പറഞ്ഞ പോലെ എത്ര പേര് നൂറക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് പേരല്ലേ ഉണ്ടായിരുന്നത്. ആ ഒരു കുറച്ച് പേരാണ് ഒരുപക്ഷെ ഇന്നും നൂറ് ഈ ഒരു ഫ്ലോറിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. ബാക്കി
അല്ലേ? ബാക്കി ആരും നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ, ആരും വന്നിട്ടില്ലല്ലോ, നൂറ് മാത്രമേ വന്നിട്ടുള്ളൂ. അതിനപ്പോൾ കുറച്ചാണെങ്കിലും നമ്മൾ എന്താ പറയല്ലോ, കുറച്ചാണെങ്കിലും ഉള്ളിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്നേഹം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാകണമെന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലേ, നമുക്ക് ഓരോ മൊമെൻറ്റും നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ജീവിതം ഒന്നേ ഉള്ളൂ അല്ലേ? ആണോ? ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറയാറുണ്ട്, ആണോ? അല്ല, ജീവിതം ഒരുപാടുണ്ട്. മരണം ഒന്നേ ഉള്ളൂ. ആ മരണത്തിന് മുമ്പുള്ള ഒരുപാട് നിമിഷങ്ങളാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതം ഒരുപാടുണ്ട്. ആ ഒരുപാടുള്ള ജീവിതം ഒരുപാട് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ മനു, ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. Who is the most happiest person in the world? ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ആരാണ്? അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? The most happiest person in the world. അറിയോ? നമുക്കൊരു കാര്യം ചെയ്താലോ, കുറച്ച് പേര് കൈ പൊക്കുന്നുണ്ട്, അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഇവിടെ അടിപൊളി. വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പറയാൻ ആഗ്രഹമുള്ള? വേറെ ആരെങ്കിലും ഇവിടെ ആരുണ്ടോ? പറയൂ. ഞാൻ തന്നെയാണ്, ഞാനാണ് മോസ്റ്റ് ഹാപ്പി. നമ്മുടെ ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു, ഷീലു എബ്രഹാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ ബാഡ് ബോയ്സ് ടീം എബ്രഹാം മാത്യു സാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഞാനിത് ചോദിക്കുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാവും, നമ്മൾ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരാളാണോ എന്ന്. അങ്ങനെ നിങ്ങൾക്ക് സംശയം തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്? ഇനി സപ്പോസ് ഞാൻ പറയാണ്, ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എനിക്കൊന്ന് ഷെയ്ക്കാൻ തരണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ഷെയ്ക്കാൻ തരാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമുക്കെല്ലാവർക്കും കാണാനുള്ള കഴിവും കേൾക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള കഴിവും ചിന്തിക്കാനുള്ള ബുദ്ധിയും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ ആരോഗ്യമുള്ളൊരു ശരീരവും നമുക്കുണ്ട്, ആണോ? ഇതൊക്കെ ഉണ്ടായിട്ട് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വേറൊരാളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വലിയ പരാജയമായിരിക്കും. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ എനിക്കും സന്തോഷത്തോടു കൂടി പറയാൻ പറ്റും, ഞാനും ഏറ്റവും സന്തോഷമുള്ള ഒരാളാണ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ടിനി ചേട്ടാ ഒരുപാട് സന്തോഷം, മാം ഒരുപാട് സന്തോഷം. താങ്ക് യു ഷിഹാബ്, താങ്ക് യു സോ മച്ച്. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി കേട്ടോ, നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. ഒരുപാട് പേര് ചിന്തിക്കും. തീർച്ചയായിട്ടും ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഫിറോസ് എന്ന് പറഞ്ഞ് 11 പേര്, കുടുംബത്തിന് നഷ്ടപ്പെട്ട 11 പേർക്ക് വേണ്ടിയിട്ടുള്ള മമ്മൂക്കയുമായിട്ട് സംസാരിപ്പിച്ചിരുന്നു. എപ്പോഴും ഞാൻ വിളിക്കാറുണ്ട്. അപ്പോൾ വയനാട്ടിലുള്ള സഹോദരങ്ങൾക്ക് നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിത്തീരണം, ഓരോരുത്തരും അവരുടെ ബന്ധുക്കളായി തീരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു നല്ല ദിവസത്ത് എൻ്റെ അടുത്ത സുഹൃത്തായ ഹക്ക് സൗദിയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, ഞങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്, നല്ല ഗായകനാണ്. മുഹമ്മദ് റാഫിയുടെ ഒക്കെ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇവിടെ പരിപാടിക്ക് സമയം എടുക്കും. ഞാൻ പറഞ്ഞ് കയറി തകർത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടും. എന്തായാലും ഞങ്ങൾ ഇത്ര നേരം ട്രാഫിക്കിൽ പെട്ടതുകൊണ്ടാണ് ഇത്രയും നേരം ഇവരെ എന്റർടൈൻ ചെയ്യിപ്പിച്ചതിന്. എത്ര തിരക്കെന്താ ഇത് മേടിക്കാൻ. എന്റർടൈൻ ചെയ്യിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. ദിറംസ് അല്ലട്ടാ, എന്തായാലും സമ്മാനം തന്നെയാണ്. ഓക്കെ, താങ്ക് യു. അബാം മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം പ്രസൻസ് ബാഡ് ബോയ്സ്, പ്രൊഡ്യൂസ്ഡ് ബൈ എബ്രഹാം മാത്യു. ആ പ്രൊഡ്യൂസറാണ് നമ്മുടെ ഈ പ്രൊഡ്യൂസർ. സാർ കണ്ടില്ലേ, ആളുകളെ കണ്ടില്ലേ? താങ്ക് യു എവരി വൺ. ഞങ്ങൾ ലേറ്റായി, തീർച്ചയായിട്ടും ഇവിടുത്തെ ട്രാഫിക് കൊണ്ടാണ് ലേറ്റ് ആയത്. അത് ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. മറ്റുള്ള ആർട്ടിസ്റ്റ് ഉടനെ തന്നെ വരുന്നുണ്ട്, മാക്സിമം 5 to 7 minutes. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ സിംഗിളുള്ള പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഇത് എത്രാമത്തെ സിനിമയാണ്, കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പോകാം. സാറ് തന്നെ പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ 15ാമത്തെ സിനിമയാണ്, പക്ഷേ 13ാമത്തെ സിനിമയാണ് റിലീസ് ചെയ്യുന്നത്. അതെ, ഇനി 2 സിനിമ റിലീസ് ചെയ്യാനുണ്ട്. 2 സിനിമ റിലീസ് ചെയ്യാനുണ്ട്. ഒരെണ്ണം ഒക്ടോബർ 18 റിലീസ് ചെയ്യും, ഒരെണ്ണം നവംബർ 20 റിലീസ് ചെയ്യും. അതെ, ഇങ്ങനൊരു സിനിമ അത് ഇത്രയും കാസ്റ്റ് ഉണ്ട് ഇതിലിപ്പം
ഓരോരുത്തർ പറയുകയാണെങ്കിലും മലയാളികളുടെ അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ്. സോ വലിയൊരു കാസ്റ്റിംഗ് ലൈനപ്പാണ് ഇതിലുള്ളത്. സോ ഇങ്ങനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഓണത്തിനാണ് തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രൊഡ്യൂസറുടെ ഉള്ളിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ പടം എക്സ്പെക്ടേഷൻ ഓണത്തിന് ഒരു എൻ്റർടൈനർ ആയിരിക്കും. അതാണ് നമ്മുടെ ബേസിക്കലി ഇത് പ്രതീക്ഷ. എൻ്റർടൈനർ ആയിരിക്കും. ഇത് കാണാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു നിരാശയും കൊടുക്കത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിന്റെ പൈസ വസൂലായിരിക്കും. അടിപൊളി. ഇതിൽ കൂടുതൽ എന്ത് വേണം? വലിയൊരു ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. സാറിപ്പോ ഈ സിനിമ ഒരു 3-4 പ്രാവശ്യം കണ്ടിരിക്കുകയാണ്. അത്ര ഹാപ്പി ആയതുകൊണ്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് തിരിച്ചത് അല്ല സാറേ? തീർച്ചയായിട്ടും. ഇനി ആരെയാ വിളിക്കുന്നത്? എവിടെ നിന്ന് നമുക്ക് തുടങ്ങണം എന്നുള്ളതാണ്. എല്ലാവരും ഇങ്ങനെ ഇരിക്കല്ലേ? എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് നമ്മുടെ എവിടെ നിന്ന് തുടങ്ങണം ഇനി സാർ റഹ്മാൻ സാറിനെ എപ്പോഴും വിളിക്കുന്നില്ല നമ്മള്. റഹ്മാൻ സാറിനെ ഒരു വിപിനെ വിളിക്കാം. ശരി, സുധീറായിട്ട് സ്റ്റാർട്ട്. ഒന്ന് മൈക്ക്. സുധീർജി കണ്ടില്ലേ? ഗുഡ് ഈവനിങ് കോഴിക്കോട്. സൗണ്ട് പോരട്ടെ. അതാണ്. ഒത്തിരി സന്തോഷം ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഈ ബാഡ് ബോയ്സ് എന്നുള്ള സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. എല്ലാവരും ഈ സിനിമ കാണണം കേട്ടോ. 11-ാം തീയതി റിലീസാണ്. എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും കാണണം. ഒരു വൻ വിജയമാക്കി വരണം. നമ്മുടെ റഹ്മാനിക്ക തകർത്ത് ആറാടിയിരിക്കുകയാണ് ഈ സിനിമയില്. സുധീരയുടെ പറഞ്ഞല്ലോ കോഴിക്കോട് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞല്ലോ. അതെ, ആദ്യമായിട്ട് ഈ ഹൈലൈറ്റ് മാളിൽ ഇങ്ങനെ ഒന്നിങ്ങനെ നോക്കിയാൽ മതി. ഈ ഒരു ക്രൗഡ് കണ്ടില്ലേ? അതെ, ഈ ക്രൗഡ് തന്നെ ഇത് നിങ്ങളെ കാണുമ്പോഴൊക്കെ ഒത്തിരി മനസ്സിന് സന്തോഷം. 7 മണിക്ക് പറഞ്ഞതാണ്. 8:30 മണിയായപ്പോഴും ആ ക്രൗഡ് എവിടെ പോകാതെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സുധീർ ഭായി ഒരു 4 ലൈൻ പാട്ടൊക്കെ പാടാം. സോറി, ഇല്ല പാടാം. ഹൈദരക്ക, നമുക്ക് ഇനി ഓരോരുത്തരായിട്ട് വിളിക്കാം. നമ്മൾ ഒരാളെ മാത്രമേ വിളിക്കുള്ളൂ. അതെ, ആളെ പിന്നെ ബാക്കിയുള്ളവരെ വിളിക്കും. നമ്മൾ അവരുടെ മുമ്പിൽ അയാളുടെ മുമ്പിൽ നമുക്ക് ടിനി ടോമിനെ വിളിക്കാം സ്റ്റേജിലേക്ക്. തീർച്ചയായും. നല്ലൊരു കൈയടി. അസ്സലാമു അലൈക്കും. ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഈ ഫംഗ്ഷൻ കൊച്ചിയിൽ വയ്ക്കാൻ നിന്നതാ. അപ്പൊ ഞാനാണ് പറഞ്ഞത് കോഴിക്കോട് വേറെ ലെവലാണ്, വേറെ വൈബാണ്. ഇവിടെ ഈ ഹൈലൈറ്റ് മാളിൽ ഫസ്റ്റത്തെ ഓഡിയോ ലോഞ്ച് വെച്ചത് ഞാനാ. ചങ്സ് ഫിലിം ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അതിനുശേഷം മലയാള ഇൻഡസ്ട്രിയിൽ എല്ലാവരും കോഴിക്കോട് ഓഡിയോ ലോഞ്ച് വെച്ച് തുടങ്ങിയത്. കാരണം കോഴിക്കോട് വേറെ ലെവലാണ്. ഞാനിവിടെ വന്നിട്ടാണ് ഫസ്റ്റ് അടാർ ലെവലിൽ മാണിക്യമലരായ ഭൂമി എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്നത്. അങ്ങനെയാണ് അത് ഫിലിമിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ബാഡ് ബോയ്സ് ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിന് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും വന്ന് പക്ക അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു പടമായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബാക്കി നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറയാം. പിന്നെ എന്താ പറയുക, ഇതിൽ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ആരാധിച്ചിരുന്ന റഹ്മാൻ സാർ, ബാബു ചേട്ടൻ എന്ന് വേണ്ട ഇന്നത്തെ ധ്യാൻ ശ്രീനിവാസൻ വരെ എല്ലാവരും ഉണ്ട് മലയാള ഫിലിമിൽ ഒരുവിധം. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഒമർക്ക, ഇത് സത്യത്തിൽ ഇതിന്റെ ഒരു കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇതൊരു മൾട്ടി സ്റ്റാറർ മൂവിയാണ് അല്ലേ? കാരണം അത്രയധികം താരങ്ങളാണ് ഇതിൽ താരങ്ങളല്ല, ഇതിലെല്ലാവരും സാധാരണക്കാരാണ്. അടിപൊളി. സാധാരണക്കാർക്ക് വേണ്ടി ഒരു സാധാരണക്കാരന് ഒരുക്കുന്ന ഒരു സാധാരണ സിനിമ. അടിപൊളി. അപ്പൊ തീർച്ചയായിട്ടും സാധാരണക്കാർ അത് ഏറ്റെടുക്കും. തീർച്ചയായിട്ടും സാധാരണക്കാരെ ഏറ്റെടുക്കും എന്ന് പറയാൻ വിചാരിക്കുന്നത് ഒരു ലോക്കൽ വൈബ് സിനിമയാണിത്. അതാണ് സെന്തിൽ ഇവിടെ എത്തിയിട്ട് സെന്തിൽ വിളിക്കാൻ പോകുന്ന ആരാന്ന് ഞാൻ പറയുന്നില്ല. ആ പാട്ട് കേട്ട് കയറി പറഞ്ഞു. സെന്തിൽ പാടുന്ന പാട്ട് കേട്ടിട്ടായിരിക്കും ആള് വരിക. ഓക്കെ. ഹലോ, എല്ലാ പ്രിയപ്പെട്ട കോഴിക്കോടുകാർക്കും നമസ്കാരം. ഹായ്, ഞാനൊരു തിരുവനന്തപുരംകാരനാണെങ്കിലും ഞാൻ കോഴിക്കോടിന്റെ മരുമകനാണ്. ഒരു കോഴിക്കോടുകാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കോഴിക്കോടുകാരനാണ്, പകുതി കോഴിക്കോടുകാരനാണ്. അപ്പൊ ഇത് പോരാ, ഒരു നല്ല കൈയടി. താങ്ക് യു. എന്നെ ഉമർക്ക ഈ പടത്തിനകത്ത് വിളിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഘടാതാകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്ന ആ ഘടകമാണ് ഇതായിരിക്കുന്ന റഹ്മാനിക്ക. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛന്
TV റേഡിയോ ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ ഈ TV, VCR, VCP വീഡിയോ കാസറ്റൊക്കെ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ കുറേ വീഡിയോ കാസറ്റുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറേ സിനിമകളിട്ട് കാണുകയും ചെയ്യുന്നു. അക്കൂട്ടത്തിൽ കണ്ട കുറേ സിനിമകളാണ് ശ്യാമ, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, തമ്മിൽ തമ്മിൽ. അങ്ങനെ ആ പടങ്ങൾ ഒരുപാട് തവണ കണ്ട് റഹ്മാനിക്കയുടെ ഒരു വലിയ ഫാനായി മാറിയ ആളാണ് ഞാൻ. അപ്പോൾ ഒമരൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഇക്കയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാബു ചേട്ടൻ ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് താരങ്ങൾ നിന്നെയൊന്നും ഞാൻ അങ്ങനെ ബിബിൻ്റെയും കൂടെ പറയാൻ പറഞ്ഞു. ബിബിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. എല്ലാ സിനിമയിലുള്ള എല്ലാവരും ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. റഹ്മാനിക്ക അന്ന് തന്നെ അന്നത്തെ ആൻറ്റിമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ ആരാധന പാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഈ പടം ഇറങ്ങുന്നതോടുകൂടി ഈ ജനറേഷനിലുള്ള എല്ലാ പെൺകുട്ടികളും ഇക്കയുടെ ഫാൻസായി മാറും. ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് കുങ്കുമമേകും, മംഗളഗന്ധം ആണും കരളിലെ കിളിയൊട്ടുമ്പോ, ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി ഞാൻ. ഒരു 8 മിനിറ്റ് നിന്ന് നമ്മൾ ഇനി ഒരാളെ വിളിക്കാമല്ലോ. ഒരാളെ വിളിക്കാം. ആ ആളെ വിളിക്കുന്നതിന് വേറെ ആളെ വിളിക്കാണ്. കമോ ചെവിയിലോതി കൊടുത്തത് ചാകാൻ പോകുന്നതിനുള്ള ഗുരുവാണ്. അവൻ്റെയും നിന്റെയും കാണാൻ ശിഷ്യരിൽ ആർക്കും കൊടുക്കാതെ ഞാൻ ബാക്കി വെച്ച ആടും. ഗണപതി അംഗത്തിൽ തുടങ്ങി ഗരുഡ കിരണത്തിലെത്തി പുലി അംഗത്തിൽ തീരുന്ന 64 മർമ്മസ്ഥാനങ്ങൾ അടങ്ങിയ 36 വാഴ്ത്താർ. 7 ജന്മം ജനിച്ചാലും കഴിയില്ല കേശവ, നിനക്ക് തടുക്കാനും ജയിക്കാനും. ആക്ഷൻ കണ്ടില്ല അതിന്റെ ഇടയ്ക്ക്. ഒന്ന് കളിട്ടൊക്കെ പണം അതിനുവേണ്ടി ഒരു കുതിരയെ പോലെ പായും, ആരും എത്താത്ത അത്ര വേഗത്തിൽ. ഒത്തിരി സന്തോഷം. റഹ്മാനിക്ക കോഴിക്കോട് എത്തിയിരിക്കുകയാണ് നമ്മൾ. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ, വെറുതെ പറയില്ല, സത്യം. വേറെ ഒരു നഗരത്തിൽ കിട്ടാത്ത ഒരു എന്താ പറയുക, ഒരു ത്രില്ലാണ് ഞാനിവിടെ വരുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നത്. ഇത് ക്ലീശ ഇവിടെ വരുന്നത് എല്ലാവരും ഇത് പറയുന്നതാണ്, പക്ഷെ എൻ്റെ കാര്യത്തിൽ അതൊരു സത്യമാണ്. കാരണം ചില കാരണങ്ങളുണ്ട്. ആദ്യം ഞാനൊരു നിലമ്പൂർക്കാരനാണെങ്കിലും എൻ്റെ മദർ കോഴിക്കോട്ടിൽ നിന്നാണ്. അതുകൊണ്ട് എന്തായാലും ആ രക്തം എൻ്റെ ഉണ്ടാവുമല്ലോ, ഒരു കോഴിക്കോടുകാരൻ്റെ രക്തം. പിന്നെ എനിക്കുണ്ടാകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ ഇപ്പോഴുള്ള അടുത്ത സുഹൃത്തുക്കളൊക്കെ കോഴിക്കോട് നിന്നാണ്. ഞാൻ ചെന്നൈയിലാണ് താമസിക്കുകയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ കോഴിക്കോടിലാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ വരുന്നതും നിങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നതുപോലെയാണ് എൻ്റെ തോന്നൽ. ഇവരൊക്കെ പറയുന്നുണ്ട് എൻ്റെ 2ാം വീടാണ് 3ാം വീടാണെന്നൊക്കെയാണ്, പക്ഷെ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീടാണ്, അതിന് യാതൊരു സംശയവുമില്ല. ആരും പോകരുത്. നിങ്ങളെല്ലാവരും ടീസർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഓണത്തിനാണ്. ഓണം 13ാം തീയതിയാണ് റിലീസ്, സെപ്റ്റംബർ 13ാം തീയതി. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, ഫാമിലി ആയിട്ട്. ഓണം നല്ലൊരു ഓണം ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കും ഇത്. ഇന്ന് വില്യംസിന് ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. അതായത് കോഴിക്കോടിന്റെ ഒരു പാട്ട് പാടി ഭയങ്കര ഹിറ്റായ ഒരാളാണ്. ഞാൻ പേര് പറയുന്ന ആൾക്ക് മൈക്ക് കൊടുക്കാം. ആ പാട്ടൊന്ന് പാട്. നമസ്കാരം. കാലിക്കറ്റ് കോഴിക്കോട് സുഖാണോ? ഹാപ്പി അല്ലേ? ഒരുപാട് പാട്ടുകൾ ദൈവം സഹായിച്ച് പാടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ കാലിക്കറ്റ് സോങ് പോലെ ഇത്രയും സ്വീകാര്യതയോടെ എനിക്ക് ഇത്രയും സ്വീകാര്യത തന്ന പാട്ട് വേറെ ഒന്നുമില്ല. അതിൻ്റെ ലിറിസിസ്റ്റും ഇവിടെ ഉണ്ട്, ഹരി. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്.
ഹരിയുടെ മുന്നിലും ഇങ്ങനെ പാടാൻ പറ്റുന്നാല് പാടാം, നമുക്ക് ഒരുമിച്ച് പാടാം. കൂടെ പാടില്ലേ? പാടാം 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 പാടൂലേ? കൂടെ പാടില്ലേ? പോരല്ലോ, ഇങ്ങനെ പോവും. ഇങ്ങനെ പറ്റുമോ? പാടിയേ? ഓക്കെ. കൽവിലു തേനൊഴുകുന്ന കോഴിക്കോട്, കടലമ്മ മുത്തണക്കര കോഴിക്കോട്, ഹലുവാ മനസ്സുള്ളൊരു ഈ കോഴിക്കോട്, വേണേ കണ്ടോളി ചങ്ങായി നമ്മളെ കോഴിക്കോട്. കായ വറുത്ത് തരാടോ, കറുമുറ മാരനിറച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ചോ, പിന്നെ സംഗതി നല്ല ഉസാര. കൽവിലു തേനൊഴുകണ കോഴിക്കോട്. താങ്ക് യു ബാബുചേട്ടാ പ്ലീസ്. നമ്മൾ ബാബുചേട്ടൻ നേരത്തെ ബാബുചേട്ടൻ പറയൂ. സോറി, ഞാൻ കുറച്ച് ബിസിയായിപ്പോയി, ഫോട്ടോഗ്രാഫറായിപ്പോയി. ഹലോ കാലിക്കറ്റ്, എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ? 1985 ഞാൻ ഭരതേട്ടനെ കാണാൻ പോയി. അപ്പോൾ ഭരതേട്ടൻ പറഞ്ഞു, ഞാൻ റഹ്മാനെ വെച്ചൊരു സിനിമ എടുക്കാൻ പോവാണ്. അതിൽ വില്ലനായിട്ട് അഖിൽ 1 2 3 മ്യൂസിക് അഖിൽ. അതിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ ഞാൻ ബാബുവാനെ സെലക്ട് ചെയ്യുന്നത് പറഞ്ഞു. ആ ഒരു സന്തോഷം അന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അന്ന് ഞാൻ റഹ്മാൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. അപ്പോൾ ആ റഹ്മാനുമായിട്ട് വീണ്ടും ഒരു പടം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ബാബുചേട്ടാ, അവിടുന്ന് ഒരുപാട് ഉമ്മകൾ വരുന്നുണ്ട്. പിന്നെ ഒരു കൊറോണയ്ക്ക് മുമ്പ് ഒമറും ഞാനും കൂടെ ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു, അതായത് പവർ സ്റ്റാർ. ഇപ്പോൾ കൊറോണയുടെ കാലത്ത് അതൊന്ന് മുങ്ങിപ്പോയി. പക്ഷേ ഈ പടത്തിന് ശേഷം നമ്മളത് വീണ്ടും ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും അതായത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് ഷീലി എബ്രഹാം, മിസ്റ്റർ എബ്രഹാം, അവരാണ് ഈ സിനിമ സാധ്യമാക്കാനായിട്ട് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത്. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ബാഡ് ബോയ്സ് ആണ്, ഞാൻ മാത്രമുള്ള ഗുഡ് ബോയ്സ്. അപ്പോൾ താങ്ക് യു. എല്ലാവരും വന്ന് സിനിമ കാണണം. 13-ാം തീയതിയാണ് റിലീസ്. നിങ്ങളെല്ലാവരും വന്ന് സിനിമ കാണണം. തീർച്ചയായിട്ടും എല്ലാവരും. ബാബുചേട്ടൻ പാട്ട് പാടുന്നുണ്ട്. ഇപ്പം നമുക്ക് ഓഡിയോ ലോഞ്ചിങ് ആണ്. ഓഡിയോ ലോഞ്ചിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ മ്യൂസിക് എടുത്തിരിക്കുന്ന 1 2 3 മ്യൂസിക്കാണ്. കമോൺ എബ്രഹാം സാർ, ഷിലുമാം, എല്ലാവരും കൂടി ഓഡിയോ ലോഞ്ച് ചെയ്യാണ്. ഹൈലൈറ്റ് മാളിലുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നിറഞ്ഞ കൈയടി വേണം. ഫുൾ ടീം, ബാഡ് ബോയ്സിന്റെ ഫുൾ ടീമാണ്. ഇർഷാദ്, അഖിൽ. ഓക്കെ, ഒരു നല്ലൊരു കൈയടിയോട് കൂടി ബാഡ് ബോയ്സിന്റെ ഓഡിയോ ലോഞ്ച് ഇതാ ഹൈലൈറ്റ് മാളിൽ വെച്ച് നടക്കുകയാണ്. സോ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ടീം ബാഡ് ബോയ്സ്. കോഴിക്കോട് എൻ്റെ നമസ്കാരം. ഞങ്ങളുടെ ഈ സിനിമ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എൻ്റെ റഹ്മാനിക്കനെ നിങ്ങൾക്കൊക്കെ തരുവാ, അങ്ങ് എടുത്തോണ്ട് പൊയ്ക്കോ. ഒപ്പം വന്നിരിക്കുന്ന എല്ലാവരെയും, നമ്മുടെ ബാബു അനിൽ ചേട്ടനെയും ബിബിനെ സെന്തില് അൻസന് എന്ത് വേണ്ട എല്ലാവരും നിങ്ങൾക്ക് തരുവാണ് ഞാൻ. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ പേര് തന്നെ എഴുതി വെച്ചിരിക്കുന്നു, ഷീലു എബ്രഹാം പ്രസൻസ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. എടുത്തോണ്ട് പോയിക്കോ, ഇത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഓണത്തിന് എല്ലാവരും എടുക്കണം അല്ലേ? ഓണത്തിനാണ് ഈ സിനിമ തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഓണം തൂക്കാനായിട്ട് ബാഡ് ബോയ്സ് ടീം റെഡിയാണ്. 13-ാം തീയതിയാണ് നമ്മുടെ പടം റിലീസാവുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. കോഴിക്കോടിന് ഞാൻ സമർപ്പിക്കുന്നു ഈ പാട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് കോഴിക്കോട്ടേക്ക് തന്നെ വന്നത്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും എന്നറിയാം. സപ്പോർട്ട് ചെയ്യില്ലേ? ഉറപ്പായിട്ടും. എക്കാലവും ഓർത്തു വെച്ചിരിക്കുന്ന മാപ്പിളപ്പാട്ടാണിത്. അതാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റഹ്മാനൊക്കെ ഇന്നാണ് ഈ പാട്ട് ഇവിടെ കാണുന്നത്. അന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് പോയാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അടിപൊളി. കാരണം ഈ പാട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ നല്ല ഫീവറായിരുന്നു, എനിക്ക് ഭയങ്കര ഫീവറായിരുന്നു. എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തതാണ്.
അതുകൊണ്ടാണ് ഈ രണ്ടുപേര് ഈ 3 പേർക്കും ചാൻസ് കിട്ടിയത്. ഡാൻസ് ഞാനെങ്ങാനും ആടിയിരുന്നുള്ളൂ, ഇവർക്കും ചാൻസ് കിട്ടില്ലായിരുന്നു. എനിക്ക് അന്ന് നല്ല പനിയാ, അതുകൊണ്ട് ഇവര് രക്ഷപ്പെട്ടു. ഇവര് എന്റെ ചായയിൽ എന്തോ മുക്കി തന്നിട്ടാണ് രണ്ടുപേരും എന്തോ എന്നെ ചായലാക്കി എന്നിട്ടാണ് ഞാൻ അന്ന് അതെന്താന്നുള്ള കറക്റ്റ് ഒന്ന് പറയണല്ലോ. ഇനി സത്യം പറ, ചായല് മൈക്ക് മരുന്ന് കളിക്കുക ആരാ? റഹ്മാനിക്ക, ഞാനങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുള്ളൂ, ചെയ്തത് എന്തൊക്കെ പങ്കുണ്ടോ ഇതില്? എന്തെങ്കിലും പങ്കുണ്ടോ? എനിക്ക് പങ്കേ ഉള്ളൂ. അങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അല്ല, ഞങ്ങൾ കലക്കി കൊടുക്കുകയും ചെയ്ത് എനിക്ക് പനി പിടിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. പിന്നെ അങ്ങനെ കളിക്കാൻ അറിയാവുന്ന ഇവൻ ഡാൻസിനെ പറ്റി ഒരു സത്യം പറയട്ടെ. ഈ പടത്തിൽ ചെയ്യാൻ പറഞ്ഞ ഈ സോങ് കാരണല്ലേ. അങ്ങനെ ആൻസൺ എന്തുകൊണ്ടാണ് ഈ പടം ചെയ്യാൻ സമ്മതിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതിപ്പോ പാട്ടിൽ കണ്ടിട്ടുണ്ട്, കൃത്യമായിട്ട് പറയണം. പാട്ടിൽ കണ്ടല്ലോ, എങ്ങനെയൊന്ന് പറഞ്ഞേക്കാം. ഞാനും റഹ്മാനൊക്കെ ഉള്ള ഒരു ബോണ്ട് കണ്ടില്ലേ? ഉമ്മക്ക് വേണ്ടിയാണ് പറയണ്ട, എന്റെ ഉമ്മയ്ക്ക് വേണ്ടി തന്നെ ഞാൻ കെട്ടിയേ. അത് ഷേർഷാ വില്ലൻ മാത്രമല്ല, ഷേർഷാ ആദ്യത്തെ നല്ലൊരു റൈറ്ററാണ്. അദ്ദേഹം ഒരു നായകനായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്, ലിറ്റിൽ റാവുത്തർ എന്ന് പറയുന്ന പടം. ആ പടം ലിറ്റിൽ മിസ് പറയട്ടാ. അത് ആ പടത്തിനാണ് മികച്ച എഡിറ്റർക്കുള്ള അവാർഡ്, നമ്മളുടെ സ്റ്റേറ്റ് അവാർഡ്. അപ്പൊ നായകനാണ് വില്ലനുമാണ്. അതെ, നായകനും വില്ലനുമാണ്. അപ്പൊ ഒരു കൈയടി വേണം. ഈ സിനിമയില് പല പരിപാടികളുണ്ട്. ഇപ്പൊ റഹ്മാനിക്ക, ബാബാനി ചേട്ടൻ മാത്രമല്ല, ഇതിനകത്ത് 10-60ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്ക് ഭയങ്കര ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അതോടൊപ്പം ഒരുപാട് ഡാൻസും ഫൈറ്റും. ഈ ടർബോയിലെ നമ്മുടെ ഫിനിക്സ് പ്രഭു, പുള്ളിയാണ് നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ. ഭയങ്കര കണ്ണൻ ജപിക്കുന്ന ഫൈറ്റുകളുണ്ടാവും. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചപ്പോൾ തന്നെ ഞാൻ ചിരിച്ചൊരു വശമായി. അത്രയും ഹ്യൂമറുണ്ട്, അത്രയും ഒരു ജാം പാക്ഡ് എൻ്റർടൈനറാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ധൈര്യമായിട്ട്, കോഴിക്കോട് ധൈര്യമായിട്ട് കയറിക്കോ. ഷോട്ടാണ്. താങ്ക് യു. ഈ പറഞ്ഞതുപോലെ തന്നെ ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, കോമഡിക്ക് കോമഡി ഉണ്ട്, എല്ലാം ചേരുന്നതാണ്. അപ്പൊ താങ്ക് യു വെരി മച്ച് റഹ്മാൻ. ഇതെല്ലാം സാധിച്ചിട്ടുള്ളത്, അതായത് ഞങ്ങൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ 1.5 മാസമായിട്ടുള്ളൂ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കൂടെ നടന്നത്. പക്ഷേ ഞങ്ങളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓണത്തിന് ഇത് റിലീസ് ചെയ്യണമെന്ന്. പക്ഷെ എൻ്റെ മനസ്സിൽ അത് നടക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല, വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വിശ്വാസം ഏറ്റെടുത്ത് അത് മീൻസ് എന്തായാലും എന്ത് വന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് ചെയ്തിരിക്കും, ഓണത്തിന് ഞങ്ങൾ റിലീസ് ചെയ്തിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നെ ഞങ്ങൾ എബ്രഹാം മാത്യൂസ് ഇതിൻ്റെ പ്രൊഡ്യൂസറിനെ കൂടി ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് മിസ്റ്റർ എബ്രഹാം. കാരണം ഒരു പടം സാധ്യമാകണമെങ്കിൽ അതിന്റെ വിതൗട്ട് പ്രൊഡ്യൂസർ ആ പടം സാധ്യമാകില്ല. അതിന്റെ സംവിധായകൻ വിചാരിച്ച രീതിയിൽ ആ പടം സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കൈഡിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ആൻഡ് ഇതിന്റെ പ്രൊഡക്ഷൻ ടീമിന് നമ്മൾ കൊടുക്കേണ്ടത്. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. അതായത് ഹരിചേട്ടൻ, ഒറ്റ മിനിറ്റ്, ഹരിചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഓലഞ്ഞാലി കുരുവി കേട്ടുണ്ടോ? ഹരിചേട്ടൻ അമ്പാഴം തണലിട്ടൊരു ഇടവഴിയിൽ ഹരിചേട്ടൻ മുരുക മുരുക പുലിമുരുക മുതലേ ഏത് ടൈപ്പ് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞാൽ ഹരിചേട്ടൻ സ്കൂൾ ഹരിനാരായണൻ. അപ്പോ നമുക്ക് ഏത് ടൈപ്പ് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞാൽ 10 മിനിറ്റിന്റെ ഉള്ളിൽ വന്ന് എഴുതി തരുന്ന ഹരിചേട്ടനാ. എന്റെ ഈ സിനിമയിലൊരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ? ഒരു കൈ തരുവാ. മുട്ടോളം ചോരയിൽ മുങ്ങി നിന്ന് ഇടിക്കുന്ന ടീമാണ് ഇവിടുത്തെ കിടിലൻ ടീമാണ് റെഡ് ബോയ്സ്. ടീമേമാ, പടം എല്ലാവരും കാണണോട്ടാ. നമ്മുടെ പടമാണ്, സാധാരണക്കാരുടെ പടമാണ്. പടത്തിൽ ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. ഒമറക്കയുടെ മൂന്നാമത്തെ പടമാണ്. ആദ്യ പടം അടാറിലാവും. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ സെന്തിൽ ബ്രോ ഇവിടെ പറഞ്ഞു ആള് കോഴിക്കോടിൻ്റെ മരുമകനാണെന്ന്. റഹ്മാൻ സാർ പറഞ്ഞു ആളുടെ മദർ ഹൗസ് കോഴിക്കോടാണെന്ന്. എൻ്റെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മ എല്ലാവരും കോഴിക്കോട്. ഞാൻ തനി കോഴിക്കോടുകാരൻ അല്ലേ? തനി കോഴിക്കോട്. കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിച്ചിട്ട് കോഴിക്കോട് തന്നെ കഴിച്ച് വേണേൽ മരുമകനും ആകാം. പക്ഷെ അതൊന്നുമില്ല കാര്യം. പടം ഓണത്തിന് റിലീസാണ്. അപ്പോൾ കഴിഞ്ഞ വിഷു ആവേശം തൂക്കി
ഈ ഓണം എബ്രഹാം സാർ എപ്പോഴും പറയും, നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ, ഓണം നമ്മൾ തൂക്കുന്നു. സാർ നമ്മൾ തൂക്കൂലേ? തൂക്കിയിരിക്കും. അതേ പറയാനുള്ളൂ. സ്വന്തം നാട്ടിൽ വന്ന് നിന്നിട്ടാണ് തള്ളുന്നത്. അതുകൊണ്ട് പടം എല്ലാവരും വിജയിപ്പിച്ചിരണം, ഇല്ലേ പിന്നെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. 13-ാം തീയതി അതുകൂടെ പറഞ്ഞു. സെപ്റ്റംബർ 13-ാം തീയതി അന്ന് എന്റെ പിറന്നാളാണ്. ബർത്ത്ഡേ. അടിപൊളി.